PV അൻവറിനോട് വിയോജിച്ച് തൃണമൂൽ കോൺഗ്രസിൽ രാജി. അൻവറിനൊപ്പം പ്രവർത്തിക്കാനില്ലെന്ന് പറഞ്ഞ് തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ മിൻഹാജാണ് രാജിവെച്ചത്. അൻവറിനൊപ്പം DMK-യിലും മിൻഹാജ് ഉണ്ടായിരുന്നു. പാലക്കാട് DMK സ്ഥാനാർത്ഥി കൂടിയായിരുന്ന മിൻഹാജ് ആണ് ഇപ്പോൾ PV അൻവറുമായി ഒത്തുപോകാനാകില്ലെന്ന നിലപാട് കൈക്കൊണ്ടിരിക്കുന്നത്. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, എന്താണ് മിൻഹാജ് പറയുന്നത്? അനുയായികൾ ഓരോന്നോരോന്നായി ഇങ്ങനെ വഴിപിരിഞ്ഞു പോവുകയാണല്ലോ. തീർച്ചയായിട്ടും ഈ തൃണമൂൽ കോൺഗ്രസ് അതിൽ ഒരു രാജി കൂടെ ഉണ്ടായിരിക്കുകയാണ്. അൻവറിനൊപ്പം പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന കോർഡിനേറ്ററായ മിൻഹാജ് ഇപ്പോൾ രാജിവെച്ച് CPM-ലേക്ക് ചേക്കേറിയിരിക്കുന്നത്. ഈ മിൻഹാജ് കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ DMK സ്ഥാനാർത്ഥിയായിരുന്നു. ആദ്യം സ്ഥാനാർത്ഥിയായി അൻവർ തന്നെ പാലക്കാടെത്തി മിൻഹാജിനെ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. പിന്നീട് ആ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തിരുന്നു. ഏതായാലും DMK-യിൽ മാത്രമല്ല, DMK-ക്ക് ശേഷം തൃണമൂലിനും അൻവറിൻ്റെ ഒപ്പം അൻവറിൻ്റെ വലങ്കയായി തന്നെ മിൻഹാജ് ഉണ്ടായിരുന്നു. പക്ഷേ മിൻഹാജാണിപ്പോൾ രാജിവെച്ച് CPM-ലേക്ക് ചേക്കേറിയിരിക്കുന്നത്. DMK-യിൽ ചേർന്നത് തമിഴ്നാട്ടിലെ പ്രധാന രാഷ്ട്രീയ കക്ഷിയായതുകൊണ്ടാണ് DMK-യിൽ ചേർന്നത്. ഉപതെരഞ്ഞെടുപ്പിന് ശേഷം DMK സഹായിക്കില്ലെന്ന് മനസ്സിലായി. പിന്നീടാണ് ഈ തൃണമൂലിലേക്ക് മാറിയത് എന്നുള്ളതാണ് മിൻഹാജ് ഇതിന് ശേഷം പറഞ്ഞത്. എന്നാൽ തൃണമൂൽ NDA-യിൽ ചേരുമെന്ന് ഭയമുണ്ട്. അതിനാൽ തൃണമൂലിലെ സ്ഥാനങ്ങൾ രാജിവെച്ച് താൻ ഈ CPM-ൽ ചേരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഏതായാലും തൃണമൂൽ കോൺഗ്രസിൻ്റെ പാലക്കാട്ടെ പ്രവർത്തകരും തനിക്കൊപ്പം ഉണ്ട് എന്ന് മിൻഹാജ് പറയുന്നുണ്ട്. ഉടൻ കൺവെൻഷൻ സംഘടിപ്പിക്കുമെന്നും പറയുന്നുണ്ട്. ഒപ്പം തന്നെ മിൻഹാജ് വെളിപ്പെടുത്തുന്ന മറ്റ് കാര്യങ്ങൾ ഈ രാജിവെച്ചതോടുകൂടെ തന്നെ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാലക്കാട് ഈ മുസ്ലിം വോട്ടുകൾ ഏകീകരിക്കപ്പെടും, അല്ലെങ്കിൽ ഈ മിൻഹാജ് സ്ഥാനാർത്ഥിയായി കഴിഞ്ഞാൽ ഒരു വിഭാഗം മുസ്ലിം വോട്ടുകൾ അത് തങ്ങൾക്ക് ലഭിക്കാതെ വരുമെന്ന് കണ്ടപ്പോൾ ഷാഫി പറമ്പിൽ ഇടപെട്ടുകൊണ്ടാണ് തൻ്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതിന് വേണ്ടി അൻവറുമായി സംസാരിക്കുകയും തുടർന്ന് ഈ മുസ്ലിം വോട്ടുകൾ മിൻഹാജിലേക്ക് കുറച്ച് പോവാതിരിക്കുന്നതിന് വേണ്ടി മിൻഹാജിൻ്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിപ്പിച്ചത് എന്നും അദ്ദേഹം ഈ പാർട്ടി മാറിയ സാഹചര്യത്തിൽ വ്യക്തമാക്കുകയുണ്ടായി. ഏതായാലും ഈ അൻവറിൻ്റെ തൃണമൂൽ കോൺഗ്രസ് രൂപീകരിച്ച് അതുമായി മുന്നോട്ട് പോകുന്നതിനിടയ്ക്ക് അൻവറിന് ഒരു തിരിച്ചടി തന്നെയാണ് ഇത് എന്ന് വേണം പറയാൻ. കാരണം സംസ്ഥാന കോർഡിനേറ്റർ ചുമതലയിലുള്ള പാലക്കാട്ടിലെ സ്ഥാനാർത്ഥി ഉൾപ്പെടെയായി പാലക്കാട്ടെ കാര്യങ്ങളൊക്കെ നേതൃത്വം നൽകുന്നത് മിൻഹാജിൻ്റെ നേതൃത്വത്തിലാണ് എന്നിരിക്കുകയാണ് മിൻഹാജും തൃണമൂലിൽ നിന്ന് രാജിവെച്ച് ഇപ്പോൾ CPM-ലേക്ക് പോയിരിക്കുന്നത്. ശരി അരുൺ.